സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മധ്യ വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരും. തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സലിം, ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു. കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ വ്യാപക വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് രാവിലെ. ഈ പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് സലിം? ഉന്മേഷ്, ഇന്നലത്തേതിന് സമാനമായ നിലയിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് ഇന്നും സാധ്യത കൽപ്പിക്കുന്നത്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലവിലും പ്രവചിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം അതായത് 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷാവസ്ഥ പ്രകാരം തന്നെ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനിടയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സംസ്ഥാനത്തെ മറ്റെല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ഇന്നത്തെ ദിവസം ഈ തെക്കൻ മേഖലയിലുള്ള തെക്കൻ കേരളത്തിലുള്ള 5 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത്. എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിനും ഛത്തീസ്ഗഡിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദമാണ് ഈ മഴയെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അത് ആ ന്യൂനമർദ്ദം ഏത് നിലയിൽ നീങ്ങുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ പെയ്യുന്ന മഴയും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. നിലവിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 31 വരെ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം ഈ തീരദേശവാസികൾക്കും അണക്കെട്ടിന്റെ പരിസരത്തും താമസിക്കുന്നവർക്കൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി കഴിഞ്ഞ് അതായത് നാളെ കഴിഞ്ഞാൽ മഴ കുറയാനുള്ള സാധ്യതയും വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അത് ഈ ന്യൂനമർദ്ദത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും. മഴ ഏത് നിലയിൽ കുറയും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഉന്മേഷ്. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.